ഹായ് ഓൾ. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിട്ടും താൻ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ ജീവനൊടുക്കിയ ഒരു വിദ്യാർത്ഥിയുടെ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടിട്ടാണ് ഞാനും നിങ്ങളും ഇന്നുണർന്നത്. എന്താണ് നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരവസ്ഥ? സാക്ഷര കേരളം, സാക്ഷരതയിൽ മുൻപന്തിയിൽ എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ, അല്ലേ? എവിടേക്കാണ് നമ്മുടെ ഈ ഒരു സാക്ഷരതയുടെ പോക്ക്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? കേവലം സക്സസ് എഡ്യൂക്കേഷനപ്പുറം വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതേപോലെ നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതലേ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ ഇൻ്റലിജൻസ് ഇവയൊക്കെ പഠിപ്പിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, തൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസിനെ എങ്ങനെയാണ് നമുക്ക് സ്റ്റേബിൾ ചെയ്യാൻ പറ്റും തുടങ്ങിയ ആ രീതിയിലുള്ളൊരു വിദ്യാഭ്യാസവും കൂടെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊന്നും ജീവിച്ച കാലത്തുള്ള ഒരു ജനറേഷനല്ല. പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും സഹിക്കാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സഡൻ ആക്ഷനാണ്. അപ്പം ഇവിടെയാണ് നമ്മളുടെ റോള്, ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു പാരൻസിൻ്റെ ഒരു റോള് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് വേണ്ട വിധത്തിലുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനും, ഇമോഷണൽ ഇൻ്റലിജൻസ് നൽകാനും, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും, ജീവിതത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് കഴിയട്ടെ. എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.